തിരുവനന്തപുരം വഞ്ചിയൂരിലെ ഹോട്ടലിൽ മോഷണം 30,000 രൂപയും ഫോണും കവർന്ന പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വഞ്ചിയൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും ഏതാണ്ട് 1/2 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്തിലുള്ള ഈ കാണുന്ന സ്വകാര്യ ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഹോട്ടലിലെ ആ കാണുന്ന ഗ്ലാസ് ഡോർ അത് തകർത്തുകൊണ്ട് ഇതുവഴിയാണ് പ്രതി അകത്ത് കയറിയത്. ഇവിടെ നിന്നും കയറിയ ആ കള്ളൻ ഇതുവഴി അകത്ത് പ്രവേശിക്കുകയും ഇവിടെ 2 CCTVകളുണ്ട്. ആ കൗണ്ടറിന് താഴെ CCTV ഉണ്ട്. ആ CCTV ടോർച്ച് വെച്ച് ലൈറ്റ് അടിച്ച് അതിൻ്റെ ദൃശ്യം മാറ്റിയതിനു ശേഷമാണ് ഈ കൗണ്ടറിലേക്ക് കയറുന്നത്. കൗണ്ടറിൽ കയറി ഏതാണ്ട് 30,000 രൂപ ഇവിടെ ഉണ്ടായിരുന്ന 30,000 രൂപ മോഷ്ടിച്ചു. ഒപ്പം സമീപത്തെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ അത് മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. ഒരു യുവാവാണ്, അതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നത്? മോർണിംഗ് ആണ് ഡ്യൂട്ടി ടൈമിൽ വന്ന ടൈമിൽ ഞാൻ കയറി കൗണ്ടർ നോക്കിയപ്പോൾ കൗണ്ടർ തുറന്നപ്പോൾ അകത്ത് ക്യാഷ് ഒന്നുമില്ല. അപ്പോൾ നോർമലി അങ്ങനെ ക്യാഷ് വരാറില്ല, ക്യാഷ് എന്തായിരുന്നാലും കാണും. അപ്പോൾ ഞാൻ മോർണിംഗും നൈറ്റ് വേറൊരു സ്റ്റാഫാണ് ഉള്ളത്. പുള്ളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പൈസ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു, MD വിളിച്ചു. MD വന്നു ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഒരു 4:30 അതിനകത്ത് ഒരാൾ കയറിയിട്ടുണ്ട്. പുള്ളി കൗണ്ടറിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടുണ്ട്, അവിടെ കുത്തി തുറന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളി തിരിച്ചു പോയി. ആരാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇതിനു മുമ്പ് ഈ യുവാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല പുള്ളീനെ. ഇവിടുത്തെ സ്റ്റാഫ് എന്തായിരുന്നാലും അല്ല, വേറെ എന്താണെന്നുള്ളത് അറിയില്ല. നമുക്ക് ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് അറിയില്ല ആരാണെന്നുള്ളത്. നഷ്ടപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു 30,000 നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാഫിൻ്റെ ഒരു ടിപ്പ് ബോക്സ് ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഒരു മൊബൈൽ ഫോണാണ്, കമ്പനി ഫോണാണ്, കസ്റ്റമർ നമ്മൾ വിളിക്കുന്നത്, ആ ഫോൺ പോയി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം കണ്ടിട്ടുള്ളത്. ഇനി എന്താണെന്ന് കൗണ്ടർ പൂട്ടിയിരുന്നില്ലേ? കൗണ്ടർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുറന്നിട്ടാണല്ലേ? അത് തുറന്നു, ആ സാധനം തുറന്നിട്ടാണ് പേയ്മെൻ്റ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ ക്യാഷ് കൗണ്ടർ ഉള്ളത്. ആ ക്യാഷ് കൗണ്ടർ പൊളിച്ച് ആണ് പണം എടുത്തുകൊണ്ട് പോയത്. തൊട്ട് സമീപത്ത് തന്നെ രജിസ്റ്ററൊക്കെ വയ്ക്കുന്ന ഇവരുടെ കസ്റ്റമേഴ്സ് വന്നാൽ വിളിക്കുന്ന ഫോണൊക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു സിസ്റ്റവുമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ കൂടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ലോക്ക് തകർത്ത നിലയിലാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിൻ്റെ ലോക്ക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഫോണാണ് എടുത്തുകൊണ്ട് പോയത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.